ഞാൻ ഒരിക്കൽ ജർമ്മനിയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ടാക്സി വലിയ എക്സ്പെൻസീവാണ്. ആ സമയത്ത് കോൺഫറൻസ് എല്ലാം കഴിഞ്ഞു, തിരികെ പോന്നു. പിന്നീട് വിവിധ കമ്പനികൾ സന്ദർശിക്കാനായി. ഏറ്റവും നിലവാരം കൂടിയ റോ മെറ്റീരിയൽസ് അന്നും ഇന്നും ജർമ്മനിയിലാണ് ഡെൻറ്റിസ്ട്രിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാക്കപ്പെടുന്നത്. ഞാൻ വിവിധ കമ്പനികൾ സന്ദർശിക്കാനായി ധാരാളം യാത്രകൾ എനിക്ക് ആവശ്യമായി വന്നു. അന്ന് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് അന്ന് നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ട് ആരംഭിച്ചിട്ടില്ല. ഇവിടുന്ന് മുംബൈ ചെന്ന് അന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, അന്ന് മിലിറ്ററിയുടെ ആ എയർപോർട്ട് കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചിയിൽ, അവിടുന്ന് യാത്ര ചെയ്ത് മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എത്തേണ്ട സ്ഥലം ബെലെഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം. 5000 രൂപ വേണം ടാക്സിക്ക്. ഞാനോർത്തു ട്രെയിൻ സ്റ്റേഷനിലെത്തിയാൽ അതിൻ്റെ 10-1, കേവലം 500 രൂപയ്ക്ക് യാത്ര ചെയ്യാം. എനിക്ക് ഭാഷ അത്ര വശമില്ല. ഇംഗ്ലീഷിൽ എനിക്ക് അത്യാവശ്യം ചോദിക്കാനെല്ലാം അറിയാം. അന്നത്തെ കാലത്ത് 30 വർഷം മുമ്പല്ലേ. അന്ന് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വിചാരം ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് എങ്ങനെയെങ്കിലും ബെലെഫീൽഡിൽ നിന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ പറ്റുമായിരിക്കും, ട്രെയിനിൽ കയറി പോകാം. അതാണ് എൻ്റെ ചിന്ത. ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അനൗൺസ്മെൻ്റ് എല്ലാം ജർമ്മൻ ലാംഗ്വേജിലാണ്. ഞാൻ കാതോർത്തു. എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല, എന്തു ചെയ്യും? ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞു കേട്ടാൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയും, അനൗൺസ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ചിന്ത. അവരാ കാലത്ത് മുഴുവനും ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ കുറേ നേരമെല്ലാം അവിടെ ഇവിടെയെല്ലാം തപ്പി നിന്നു. തുടർന്ന് ഞാൻ നിരാശപ്പെട്ടവനായി തിരികെ വീണ്ടും ടാക്സി വിളിച്ച് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനിടയായി. പക്ഷേ ആ അന്ന് ഞാനൊന്ന് ചിന്തിച്ചു, എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൻ്റെ നമ്പറൊക്കെ ഒന്ന് അറിയുകയാണെങ്കിൽ, അതിനുള്ള ഭാഷ എന്ന് വെച്ചാൽ 1 മുതൽ 100 വരെ ഒന്ന് എണ്ണാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് പ്ലാറ്റ്ഫോം നമ്പർ ഇന്ന ബെലെഫീൽഡിലേക്ക് പോകുന്ന ആ ബെലെഫീൽഡ് എന്നുള്ള വാക്ക് കിട്ടി. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ട്രെയിനിൽ കയറി പോകാമല്ലോ. ഞാൻ ടാക്സിക്കാരനോട് ചോദിച്ചു. ആ ടാക്സിക്കാരനോട് ചോദിക്കണമെങ്കിൽ ഇതെന്താണെന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അത് ധരിപ്പിക്കാൻ കഴിയുകയുമില്ല. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇതെന്ത്? അദ്ദേഹം പറഞ്ഞു എയിൻസ് സ്വൈ ദ്രൈ. ഞാൻ എഴുതിയെടുത്തു പേപ്പറിൽ മലയാളത്തിൽ. അങ്ങനെ എയിൻസ് സ്വൈ ദ്രൈ, ഫിയർ 5, 6 സെഗ്സ്, 7 7, 8 9 10 10, 11 12 13 14 15 16 17 18 19 20. 20 പിന്നെ നമ്മൾ പറയുന്ന പോലെയല്ല അവർ പറയണേ. 20 ഉണ്ടോ ഒന്നൊന്നല്ലോ നമ്മൾ പറയണേ. നമ്മൾ 21 അങ്ങ് പറയല്ലേ. അവർ പറയുമ്പോൾ 1 2 2 2 3 2 2 4 2 5 2 6 6 2 6 7 2 6 8 2 6 9 2 6 30. 30. പിന്നെ 4 5 6 7 8 9 100. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ഇനി ട്രെയിനിൽ പോകാം. ആ കൂട്ടത്തിൽ ഞാൻ പഠിച്ചു. എനിക്ക് അങ്ങനെയുള്ള വാക്കുകളെല്ലാം പഠിച്ചു. ഇഷ് ബിൻ ടെക്നിക്കർ ഓഫ് കൗഫ്മാൻ, ഇതെല്ലാം ടാക്സിക്കാരനോട് ചോദിച്ച് പഠിച്ചതാണ്. അല്ലെങ്കിൽ അവിടെ ഹോട്ടലിൽ പോകുമ്പോൾ ഗൂറ്റൻ മോർഗൻ, ഗൂറ്റൻ ടാഗ്, ഗൂറ്റൻ ആക്ട്, ഗൂറ്റൻ ആബൻറ്റ്, ഇങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം കേവലം 10ാം ക്ലാസ് മാത്രം പഠിച്ച് വെറും 251 മാർക്ക് 600 വാങ്ങിച്ച് കണക്കിൻ്റെ സാറ് പൊട്ടനെന്ന് വിളിച്ചിരുന്ന എനിക്ക് അത് എൻ്റെ ഉള്ളിൽ തീവ്രമായ ആഗ്രഹം വന്നപ്പോൾ, ആ കൂട്ടത്തിൽ ദൈവാധീനവും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കതെല്ലാം പഠിക്കാനും
പിന്നീട് എനിക്ക് ടാക്സിക്ക് പകരം ട്രെയിനിൽ പോകാനും എല്ലാം ഇടയായി. ഒരിക്കൽ ഏതാണ്ട് ഒരു 18 വർഷം മുമ്പാണ് ഞാൻ എല്ലാ വർഷവും ന്യൂയോർക്കിലെ ജേക്കബ് ടവറിൽ നടക്കുന്ന USA ഒരു ഗ്രേറ്റർ ന്യൂയോർക്ക് ഡെൻ്റൽ മീറ്റിംഗ് അതിന് പോവുക പതിവായിരുന്നു. ഒരു വർഷം പോലും ഈ മീറ്റിംഗ് ഞാൻ മുടക്കാറില്ല. ഞാൻ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇനി ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഡെൻറ്റിസ്റ്റിൽ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്, അതെല്ലാം അറിയാൻ എല്ലാ വർഷവും പോയിരുന്നു. ഒരിക്കൽ ഞാൻ അവിടെ ഒരു സ്റ്റോളിൽ ഒരു കോൺഫറൻസ് നടക്കുന്ന ആ വലിയ ഹാളിൽ ധാരാളം സ്റ്റാളുകളുണ്ട്. അതിലൊരു അമേരിക്കക്കാരൻ, ഡെഡിക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇമ്പോർട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിരുന്ന കാലമാണ്. അതിന് വേണ്ട ടൂൾസ്, പോളിഷ് ചെയ്യാനുള്ള റബ്ബർ വീൽസ്, റബ്ബർ പോയിൻറ്റ്സ്, വിവിധതരം ബ്രഷുകൾ, കാർബൈഡ്സ്. ഞാൻ അതിൽ നടന്നു പോകുമ്പോൾ പുതിയ ഏതോ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുകയല്ല, അത് എന്നോട് പറയുകയാണ്, യു ആർ ഫ്രം ഇന്ത്യ ഓർ പാകിസ്ഥാൻ. അതെങ്ങനെ കാണിക്കുകയാണ്? ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനെ കൂട്ടത്തിൽപ്പെടുത്തി യാതൊരു വിലയില്ലാത്തവരുമായി അന്ന് തള്ളിക്കളഞ്ഞ കാലം. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ന് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ തലയെടുപ്പോടെ നമുക്ക് നിൽക്കാൻ തക്ക രീതിയിൽ അവർ നമ്മളെ ആദരിക്കുന്ന കാലത്തിലേക്ക് എത്തി. എന്നാൽ അങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങൾ. ഞാൻ പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ആരാണെന്നും, ഞാൻ ഇന്ന കമ്പനി ഡെൻകെയറിൻ്റെ ഉടമയാണെന്നും. എൻ്റെ തലയിലൊന്നും എഴുതി വെച്ചിട്ടില്ല ഇവിടെ ഡെൻകെയറിൻ്റെ ഉടമ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ തൊലിയുടെ നിറം ഇതാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ അതിനകത്ത് അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണ്, പക്ഷേ നിങ്ങൾ നോക്കിയാൽ, നിങ്ങളുടെ ചരിത്രത്തിൽ നോക്കിയാൽ, നിങ്ങളുടെ ബിസിനസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ വീൽസും അതുപോലെ തന്നെ പോളിഷിങ് ടൂൾസും മേടിക്കുന്ന ആൾക്കാർ ഞങ്ങളാണ്. അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നോടന്ന് അദ്ദേഹം സോറി എല്ലാം പറഞ്ഞു. എങ്കിലും അന്നത്തെ രീതി എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യാത്ര പോകുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറയെ കഴിക്കും. അത് ചിലവ് ചുരുക്കണമെന്ന് വിചാരിച്ചാണ് അന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യണത്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പിന്നെ എന്തെങ്കിലും ഒരു ബർഗർ കഴിച്ചാലായി. വൈകുന്നേരം ഞാൻ ഒരിക്കലും ഡിന്നർ കഴിക്കാൻ ആര് ക്ഷണിച്ചാലും പോകാറില്ല. മറ്റൊന്നും കൊണ്ടുമല്ല, കോൺഫറൻസിനെല്ലാം പോകുമ്പോൾ ചിലപ്പോൾ കപ്പലിൽ വലിയ ഡാൻസും പാട്ടും അതുപോലെ ഡിന്നറെല്ലാം ഉണ്ട്. എൻ്റെ മനസ്സിലൊരു നിശ്ചയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരിക്കലും മദ്യപിക്കാൻ എനിക്ക് ഇടവന്നില്ല. ദൈവം എന്നെ കാത്തു. ഈ മദ്യം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുന്നതും എനിക്ക് അന്ന് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് വൈകിട്ടത്തെ ഡിന്നർ ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കും. അത് ഞാനൊരു ബർഗറോ എന്തെങ്കിലും കഴിച്ച് ഞാൻ അന്നത്തെ ദിവസം തീർക്കുമായിരുന്നു. ഭക്ഷണം എനിക്കതൊരു പ്രശ്നം പോലും ആയിരുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച്, ഞാനും എൻ്റെ 2 സെക്രട്ടറിമാർ, ഒരു എബിൻ ജോൺസ് രാജുവും ഒരു ദയാൽ കുര്യനും, ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ്. സാധാരണഗതിയിൽ 3 റൂം ഞങ്ങൾക്ക് ബുക്ക് ചെയ്തെടുക്കാം, പക്ഷേ ഞങ്ങൾ സാധാരണ ഒരു മുറിയിൽ തന്നെയാണ് കിടക്കാറ്. അവർ 2 പേരും മെയിൻ ബെഡിൽ കിടക്കും, ഞാൻ വേറെ എക്സ്ട്രാ ബെഡ് മേടിച്ചിട്ട് കിടക്കും. ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഒരുമിച്ച് ഞങ്ങൾ സംസാരിച്ചിരിക്കും, ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിക്കും, ഒട്ടും സമയം പാഴാക്കില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി. ഞങ്ങൾ 3 പേരും ബുക്ക് ചെയ്തു. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പെട്ടി മാത്രം എത്തിയിട്ടില്ല. ഒരാളുടെ പെട്ടി കിട്ടി, എൻ്റെയും കൂടെയുള്ള ഒരാളുടെയും പെട്ടി വന്നിട്ടില്ല. എന്തു ചെയ്യും? വേറെ ഒരു ഡ്രസ്സും കയ്യിലില്ല. ഞങ്ങൾ അന്ന് എയർലൈനിനെ സമീപിച്ചു. അവർ പറഞ്ഞു അടുത്ത ഫ്ലൈറ്റിന് പെട്ടി കയറ്റിവിടും, നിങ്ങൾക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ ഹോട്ടലിൽ എത്തിച്ചേക്കാം, പ്രത്യേകിച്ച് ഒരു ചിലവുമില്ലാതെ.
സമയങ്ങളോളം ഞങ്ങളവിടെ അലഞ്ഞു തിരിഞ്ഞ് നിൽക്കുകയെല്ലാം ചെയ്തു. എന്തായാലും ഹോട്ടലിൽ ചെന്നു. ഒരു നിവൃത്തിയില്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ട് എത്ര സമയമായി മാറണം. അന്ന് രാത്രിയിൽ വെറും ഒരു ഹോട്ടലിൽ നിന്ന് ടവൽ മാത്രം എടുത്ത് അത്യാവശ്യം വേണ്ട ഡ്രസ്സ് അത് മാത്രം ഇട്ട് വേറെ പ്രത്യേകിച്ച് ഡ്രസ്സിന് വേണ്ടിയിട്ട് പണമൊന്നും ചിലവഴിച്ച് മേടിക്കാതെ അങ്ങനെ കഴിഞ്ഞുകൂടിയ നാളും ഞാൻ ഓർക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കാലത്തെ 10-10:30 ആയപ്പോഴത്തേക്കും എയർലൈൻസുകാർ ഹോട്ടലിൽ ഞങ്ങളുടെ പെട്ടി എത്തിച്ചു തരികയും അങ്ങനെയെല്ലാം ചില ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും, സ്റ്റാഫിന് ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സ്, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ളതെല്ലാം അറേഞ്ച് ചെയ്തു. അവിടെ നിയമപരമായി എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യണമോ അന്നത്തെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. എന്നും ഗവൺമെൻറ്റിൻ്റെ ആ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിർബന്ധ കാര്യമായിരുന്നു. ഞങ്ങളുടെ ക്യാൻറ്റീനിനെ പറ്റി പറയുമ്പോൾ ക്യാൻറ്റീനിൽ എല്ലാവർക്കും ഫുഡുണ്ട്. ഒരു സബ്സിഡി റേറ്റിൽ, കുറഞ്ഞ നിരക്കിൽ ഫുഡ് ആർക്കും കഴിക്കാം. ഒരു ഊണിന് 35 രൂപയുള്ളൂ, കുറഞ്ഞ നിരക്കിൽ ആർക്കും അവിടെ ഒന്ന് ഊണ് കഴിക്കാം. പക്ഷേ ഊണ് കഴിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 4200ഓളം ജോലിക്കാരുണ്ട്. അതിനകത്ത് മൂവാറ്റുപുഴ തന്നെ ഏതാണ്ട് 3750 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. അതിനകത്ത് 30ഓളം ഡോക്ടേഴ്സുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് കരുതുക, ഞാൻ ചെന്നാലും ഏത് ഉയർന്ന തസ്തികയിലുള്ള മാനേജർമാർ ചെന്നാലും, ജനറൽ മാനേജർ ചെന്നാലും, CEO ചെന്നാലും, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ചെന്നാലും, ആര് ചെന്നാലും എല്ലാവരുടെ ഒപ്പം ക്യൂവിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ളൂ. ക്യൂവിൽ നിന്നാൽ മാത്രം പോരാ, അവർ തന്നെത്താൻ പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച ശേഷം ആ പ്ലേറ്റ് അവർ തന്നെ കഴുകി വയ്ക്കണം. എത്ര ഉന്നതനാണേലും അങ്ങനെ തന്നെ ചെയ്യണം. കഴുകി വെച്ചു, പിന്നെ വീണ്ടും സോപ്പിട്ട് കഴുകാൻ ആളുണ്ട്. ക്യാൻറ്റീൻ തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെയൊരു സംവിധാനമാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. എൻ്റെ മനസ്സിലൊരു ചിന്ത, നാം മനുഷ്യരെല്ലാം തുല്യരാണ്, അതിനോട് വേർതിരിവ് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ വേർതിരിവുള്ളൂ. യൂറോപ്പിൽ ചെന്നാലും USA ചെന്നാലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചെന്നാലും എല്ലാവരും, എല്ലാ ജോലിക്കാരും ഒരുപോലെ തന്നെയാണ്. അവിടെ തറ തുടയ്ക്കുന്നയാളും ഹൗസ് കീപ്പിങ്ങിൽ ജോലി ചെയ്യുന്നയാളും അതുപോലെ അവിടുത്തെ ജനറൽ മാനേജറും അവരെല്ലാം ജോലി വ്യത്യസ്തങ്ങളായ ജോലിയാണെങ്കിലും അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നിടത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് വേർതിരിവില്ല. എൻ്റെ മനസ്സിലും അങ്ങനെയൊരു ചിന്ത തന്നെയാണുള്ളത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2018 പ്രളയമുണ്ടായത് ഞങ്ങളെ സംബന്ധിച്ച് നന്മയ്ക്കായി തീർന്നു. പ്രളയം നന്മയ്ക്കായി തീർന്നു. പ്രളയം ഉണ്ടായത് നന്നായി എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രളയമുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് മാറി ചിന്തിക്കാനിടയായി. അതുവരെ ഞങ്ങൾ മൂവാറ്റുപുഴ മാത്രം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മാനുഫാക്ചറിങ് യൂണിറ്റ് മൂവാറ്റുപുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രളയം വന്നപ്പോൾ, 2018 പ്രളയം വന്നപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസം കംപ്ലീറ്റ് ഫാക്ടറി അടച്ചിടേണ്ടതായിട്ട് വന്നു. അന്ന് ഞാൻ ആവലാതിപ്പെട്ടു പോയി. എന്തു ചെയ്യും? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സ് ആവലാതിപ്പെട്ട് വിളിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഡോക്ടേഴ്സിന് വിദേശികളായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അവർക്ക് പല്ല് മാറ്റി വെച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ പോകേണ്ടതാണ്. ഞങ്ങൾ ആകെ അങ്കലാപ്പിലായി. ഡോക്ടേഴ്സ് ആകെപ്പാടെ എല്ലാവരും തോരാതെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഡോക്ടേഴ്സ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ ഞങ്ങൾ എന്തു ചെയ്യുമെന്നറിയാതെ അന്ന് വശം കെട്ടുപോയി.
ഡോക്ടേഴ്സ് എല്ലാം പാനിക്കാവുന്നു. പേഷ്യൻസിന് പിറ്റേ ദിവസം പോകണം. എന്തു ചെയ്യും? ഒരു വഴിയുമില്ലാതെ ഏതാനും ചില കസ്റ്റമേഴ്സ് അന്ന് നഷ്ടപ്പെടേണ്ട സാഹചര്യം വന്നു. അവർ പല്ലില്ലാതെ തന്നെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ഞങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാപനങ്ങളായിക്കൂടാ? ശരിയാണ്, ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് ഏതാണ്ട് 10 കോടിയിലേറെ പണം മുടക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങണമെങ്കിൽ. എന്നാൽ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം സാറ്റലൈറ്റ് യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 450 പ്രോഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട 10 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ തുടങ്ങുവാൻ അത് ഞങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചു. അങ്ങനെയാണ് ഡൽഹിയിലും മുംബൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരും കൊൽക്കത്തയിലും യൂണിറ്റ് സ്ഥാപിക്കാൻ ഇടയായത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഈ ചെന്നൈയിൽ 9th പുതിയ യൂണിറ്റ് തുടങ്ങുകയാണ്. അവിടെയുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന് അവരുടെ ചെറിയ പ്രശ്നങ്ങൾ, ചിലപ്പോൾ കളറിലുള്ള ചെറിയ വ്യത്യാസം, അല്ലെങ്കിൽ ബൈറ്റ് ചെയ്യുമ്പോഴുള്ള ചെറിയ ഹൈ പോയിൻറ്റ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കറക്ഷൻസും ആ സ്ഥാപനത്തിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ ഇടയാകുന്നു എന്നുള്ളത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാര്യമായി തീരുകയും തുടർന്ന് ഞങ്ങൾ 2030 ആകുമ്പോഴേക്കും ഏതാണ്ട് മിനിമം 25ഓളം സാറ്റലൈറ്റ് യൂണിറ്റുകൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു വരികയുമാണ്. ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും മിഷനറി വാങ്ങിക്കാം, പണമുണ്ടെങ്കിൽ ആർക്കും സ്ഥലമെടുത്ത് അതെല്ലാം ഫർണിഷ് ചെയ്യാം, അതെല്ലാം സാധിക്കും. എന്നാൽ ഡെൻ്റൽ ടെക്നീഷ്യൻസിൻ്റെ അവൈലബിലിറ്റി ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയുള്ള ഡെൻ്റൽ ടെക്നീഷ്യൻസിൻ്റെ അപര്യാപ്തത. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡെൻറ്റിസ്ട്രിയിൽ 10 മൈക്രോൺസ് ആക്യുറസി വെച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് പ്രോപ്പറായ ട്രെയിനിങ് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ആ കാലത്ത് ഈ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ അവിടുന്ന് പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം. സ്റ്റാഫിനെ മീൻസ് അവർ ഒരിക്കലും ഡെൻ്റൽ ടെക്നീഷ്യൻസ് അല്ല. ഡെൻ്റൽ ടെക്നീഷ്യൻസിനെ അവിടുന്ന് കിട്ടുക എളുപ്പമല്ല. അല്ല, അങ്ങനെ കിട്ടിയാൽ തന്നെ ഞങ്ങളുടെ ക്വാളിറ്റിക്കനുസരിച്ച് ചെയ്യുക അത് ഒരിക്കലും ലഭ്യമല്ലാതെ വന്നതുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ എവിടെയാണോ സ്ഥാപനം തുടങ്ങേണ്ടത് 2 വർഷം മുമ്പ് തന്നെ റിക്രൂട്ട് ചെയ്യുകയും അവരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ ടെക്നോളജി അങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങൾക്കുണ്ട്. അവിടെ കൊണ്ടുവന്ന് 1.5 വർഷത്തോളം നിരന്തരമായി ട്രെയിനിങ് കൊടുക്കുകയും അങ്ങനെ ഞങ്ങളുടെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്ത ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഒരു സ്ഥാപനം ഓരോ സ്ഥലങ്ങളിലും തുടങ്ങുന്നത്. ആ ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ ടെക്നോളജി DIDTയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ BSc ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നുണ്ട്. കേവലം 40 സീറ്റ് മാത്രമേ ഉള്ളൂ. അത് എനപ്പോയ യൂണിവേഴ്സിറ്റിയുമായിട്ട് അവരുമായിട്ട് കൊളാബറേഷനിലാണ് ഞങ്ങൾ നടത്തുന്നത്. മാംഗ്ലൂരല്ല, എനപ്പോയ യൂണിവേഴ്സിറ്റി. അത് ഗവൺമെൻറ് അംഗീകൃത കോഴ്സാണ്. ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി കോഴ്സാണ്. അതും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ വർഷം തന്നെ 4 യൂണിറ്റ്, 1 വിജയവാഡ, 1 യൂണിറ്റ് അമൃത്സർ, 1 യൂണിറ്റ് ചണ്ഡീഗഡ്, 1 യൂണിറ്റ് ലക്നൗ, ഇത്രയും സ്ഥലങ്ങളിൽ തുടങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വരികയാണ്. വിദേശത്ത് ഞങ്ങൾക്കിപ്പോൾ USA അറ്റ്ലാന്റ, അവിടെ ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് സെൻ്ററുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഒരു 5 ഏക്കർ സ്ഥലത്തുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും ഏതാനും ചിലർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതുകൂടാതെ UK ബെഡ്ഫോർഡിൽ ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട്. ന്യൂസിലാൻഡിൽ ഓക്ലൻഡിൽ ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട്, മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റിൽ ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ UAE
ഇൻ്റർനാഷണൽ സിറ്റിയിൽ അവിടെ വലിയ ഫെസിലിറ്റി ഇല്ല. കാരണം ഇവിടുന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം അയച്ചു കൊടുക്കാമെന്നുള്ളതുകൊണ്ട് ഒരു കറക്ഷൻ സെൻറ്റർ മാതിരി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ചെറിയ യൂണിറ്റ് അവിടെയുമുണ്ട്. കൂടാതെ വിദേശത്തേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക്, കാനഡയിലേക്കും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ഡോക്ടേഴ്സിന് വർക്കുകൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുമുണ്ട് ഓർഡർ അനുസരിച്ച്. ഇന്ന് ഞങ്ങൾ ലോകത്തിൽ 2ാം സ്ഥാനത്താണുള്ളത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം കിട്ടി. അങ്ങനെയാണല്ലോ ഡെൻകെയർ ഉണ്ടാകാൻ ഇട വന്നത്. എൻ്റെ സ്വപ്നം കേരളത്തിലെ ഈ രംഗത്ത് ഏറ്റവും മികച്ച ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നതായിരുന്നു. അത് അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് ഞാൻ സ്വപ്നം കണ്ടു, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിരിക്കണം നമ്മുടെ സ്ഥാപനം, എല്ലാം കൊണ്ടും, പ്രോഡക്റ്റ് വൈസും ക്വാളിറ്റി വൈസും എംപ്ലോയീസ് വൈസും എല്ലാം. തുടർന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, സ്വപ്നം കണ്ടു. ഇന്ന് എനിക്ക് സ്വപ്നമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം ഇന്ന് അമേരിക്കയിൽ ഒരു സ്ഥാപനമുണ്ട്. അവിടെ 5000 ജോലിക്കാരുണ്ട്. അതിൻ്റെ അപ്പുറത്തും അവരെക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക്, എന്ന് വെച്ചാൽ ലോകത്തിൽ ഒന്നാമതായി തീരണമെന്നാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും ആഗ്രഹം. ദൈവം അനുവദിച്ചാൽ 2030 ഞങ്ങളായിരിക്കും ലോകത്തിൽ 1ാം സ്ഥാനത്ത് എന്നാണ്. അങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. APJ അബ്ദുൽ കലാം ബഹുമാന്യനായ അദ്ദേഹം സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: സ്വപ്നം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നമെന്ന്. ഡ്രീം ഈസ് നോട്ട് ദറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറങ്ങാൻ അനുവദിക്കാത്തതാണ്. എന്നാൽ നാം വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. നാം രാപകലില്ലാതെ അധ്വാനിക്കാൻ തയ്യാറാകണം, കഷ്ടപ്പെടാൻ തയ്യാറാകണം. നാം കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ തയ്യാറാകണം. ചിന്തകന്മാർ പറയും, ഇഫ് ദർ ഈസ് നോ പെയിൻ ദർ ഈസ് നോ ഗെയിൻ, ഇഫ് ദർ ഈസ് നോ ക്രോസ് ദർ ഈസ് നോ ക്രൗൺ, ഇഫ് ദർ ഈസ് നോ ബ്ലീഡിങ് ദർ ഈസ് നോ ബ്ലെസ്സിങ്സ്. കഷ്ടപ്പെടാതെ അധ്വാനിക്കാതെ ദൈവമൊന്നും ആർക്കും നൂലെ കെട്ടി ഇറക്കി കൊണ്ട് കൊടുക്കുകയില്ല. രാപകലില്ലാതെ അധ്വാനിക്കാനുള്ള, കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനുള്ള തീഷ്ണമായ ആഗ്രഹത്തോടെ എനിക്കത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ആ ചിന്താഗതിയോടുകൂടി ഞാനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു. ഇനി ഞാൻ ഒരു കാരണവശാലും പിന്നോക്കം പോകുകയില്ല. എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഞാൻ അതിനെ അതിജീവിച്ചിരിക്കും, ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ അതിജീവിക്കും എന്നുള്ള വ്യക്തമായ തീരുമാനം ഉറപ്പുമുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉയർന്നു വരാമെന്നുള്ളത് വളരെ വ്യക്തമായ എൻ്റെ ജീവിതാനുഭവമാണ്.